തളരരുത് രാമൻകുട്ടി, തളരരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തളരരുത്. ഞാനേ 3 മാസം മുമ്പ് ഒരു സാമ്പാറിൻ്റെ വീഡിയോ ഇട്ടിട്ട് എൻ്റെ എന്തൊരു സോഷ്യൽ മീഡിയ അറ്റാക്കായിരുന്നു. ഒരുപാട് കമൻറ്റുകളൊക്കെ അതിൽ മോശവും വന്ന് നല്ലതും വന്ന് 1 മില്യണിൽ കൂടുതൽ വ്യൂസും കയറി കേട്ടോ. ഒരുപാട് പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കേട്ടോ, സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു സാമ്പാറിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ റെസിപ്പി ചോദിച്ചവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ 1/4 കപ്പോളം പരിപ്പ് കഴുകി എടുത്തിട്ട് അതിലേക്ക് 3 പച്ചമുളകും കറിവേപ്പില മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പോളം ചെറിയ തേങ്ങയും 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, ഒരു 5 കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. ഒരു കഷ്ണം കട്ടക്കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 വെളുത്തുള്ളി അല്ലി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ചധികം ചെറിയ ഉള്ളി ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു 3-4 വെണ്ടക്ക ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടത് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെണ്ടക്കാട വഴുവഴുപ്പൊക്കെ മാറുമ്പോഴത്തേക്കും 2 പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്തരം കഷ്ണങ്ങളെ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും അരച്ച് വെച്ച അരപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടി വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10-12 പേർക്ക് കൂട്ടാനുള്ള സാമ്പാറുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചക്കിടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇനി ഇതുകൂടി നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഇനി ഞാൻ സാമ്പാർ പൊടി കൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കിയെന്ന് ആരും പരാതി പറയണ്ട. പിന്നെ മുരിങ്ങക്കോലും കഷ്ണങ്ങളില്ലെന്നും പറയണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു 10-12 പേർക്ക് ഈ ഒരു സാമ്പാർ കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടി കൂട്ടാനും മറന്നു പോകരുതേ.